Good morning. Today I discuss about the topic is long-term asset and liability management in MNCs. അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോയുടെ ടൈമിങ്ങിനെയാണ്. അതായത് ക്യാഷിൻ്റെ ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയും വരുന്ന ടൈമിങ്ങിനെയാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു കമ്പനിയുടെ മാനേജേഴ്സിന് എത്രത്തോളം ലയബിലിറ്റി ഉണ്ടായിരിക്കുമെന്നും ആ ലയബിലിറ്റി എങ്ങനെയെല്ലാം പേ ഓഫ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്ലാനിങ്ങും ആ കമ്പനിയുടെ മാനേജേഴ്സിന് ഉണ്ടായിരിക്കണം. ഈ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം അസറ്റ് ലഭ്യമാക്കണമെന്നും അതുപോലെ തന്നെ അസറ്റോ ഏണിങ്സോ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം. അതാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് കൺസെപ്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. The long-term asset and liability management simply refers to decision making about the composition of long-term asset and liabilities. It is the process of decision making to control risk existence, stability and growth of business through the dynamic balance of its asset and liabilities. അപ്പോൾ നമുക്കിനി അതിൻ്റെ മീനിങ് നോക്കി നോക്കാം. അതായത് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്നത് ഒരു ലോങ് ടേം അസറ്റിൻ്റെയും അതുപോലെ തന്നെ ലയബിലിറ്റിയുടെയും കോമ്പോസിഷനെ കുറിച്ച് ഡിസിഷൻസ് എടുക്കുന്നതിനാണ് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം അസറ്റിൻ്റെയും അതുപോലെ തന്നെ ലയബിലിറ്റിയുടെയും കോമ്പോസിഷനെ കുറിച്ച് ഡിസിഷൻസ് എടുക്കുക. അതിനെയാണ് നമ്മൾ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു അസറ്റിൻ്റെയും അതുപോലെ തന്നെ ലയബിലിറ്റിയുടെയും ഡൈനാമിക് ബാലൻസിലൂടെ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഗ്രോത്ത് തുടങ്ങിയവയുടെ റിസ്ക് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അസറ്റും ലയബിലിറ്റിയുടെയും ഡൈനാമിക് ബാലൻസ് ഉപയോഗിച്ചിട്ട് ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ്, സ്റ്റെബിലിറ്റി, ഗ്രോത്ത് തുടങ്ങിയവയുടെ റിസ്ക് കൺട്രോൾ ചെയ്യാം. അതാണ് ഈ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റിയുടെ ഒരു നെക്സ്റ്റ് പ്രോസസ്സായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിൻ്റെ ഭാഗമായി ഒരുപാട് മിസ്മാച്ചസ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരുപാട് മിസ്മാച്ചസ് ഉണ്ടായിരിക്കും. ആ മിസ്മാച്ചസൊക്കെ അസറ്റിൻ്റെയും ലയബിലിറ്റിയും തമ്മിൽ ഉണ്ടായിരിക്കും. ഈ മിസ്മാച്ചസൊക്കെ വെച്ചിട്ട് ആ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യുന്നൊരു രീതി കൂടിയാണ് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ്. അതായത് അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള മിസ്മാച്ചസ് ഉണ്ടാകുമ്പോൾ ആ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റിയോ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിലെ ചേഞ്ചസോ കാരണം ഒരു കമ്പനിക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് തമ്മിലുള്ള മിസ്മാച്ചസ് ഫേസ് ചെയ്യാൻ കഴിയും. അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി മാനേജ്മെൻറ്റ് മിസ്മാച്ചസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള മിസ്മാച്ചസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോങ് ടേം അസറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനായി ലോങ് ടേം അസറ്റ്സും അതുപോലെ തന്നെ ലയബിലിറ്റീസും മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സായി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മീനിങ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ALM, അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് ആണ് പറയുന്നതാണ് ടു മാക്സിമൈസ് ഏണിങ്സ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഏണിങ്സ് മാക്സിമൈസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ്, പ്രൊട്ടക്റ്റ് ക്യാപിറ്റൽ നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ഏണിങ്സ് ആൻഡ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ കമ്പനിയുടെ ഏണിങ്സിനും ക്യാപിറ്റലിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ, ടു എൻഷുർ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ടു ബാലൻസ് റിസ്ക് വിത്ത് റിവാർഡ്സ്.
അതായത് റിവാർഡ്സ് എല്ലാം യൂസ് ചെയ്ത് റിസ്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടും ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഫസ്റ്റ് വൺ ടു മാക്സിമൈസ് ഏണിങ്സ്, ദെൻ സെക്കൻഡ് വൺ ടു പ്രൊട്ടക്റ്റ് ക്യാപിറ്റൽ, തേർഡ് വൺ to maintain stability of earnings and capital, then fourth one to ensure adequate liquidity, and finally to balance risk with rewards. Then next പറയാനുള്ളത് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ALM ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷുർ ദാറ്റ് അസറ്റ് ആർ അവൈലബിൾ ടു അപ്രോപ്രിയേറ്റ്ലി കവർ ലയബിലിറ്റീസ്. അത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റിൽ പറയുന്നത് ഒരു കമ്പനിക്ക് ലയബിലിറ്റീസ് വരുമ്പോൾ ആ ലയബിലിറ്റീസ് കവർ ചെയ്യുന്നതിന് അസറ്റ്സ് അവൈലബിൾ ആണെന്ന് ഈ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നു. അതായത് ലയബിലിറ്റീസ് വരുന്ന സമയത്ത് ആ ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള അസറ്റ്സ് അവൈലബിൾ ആണെന്ന് ഈ ALM എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ റിസ്ക് സച്ച് ആസ് ലിക്വിഡിറ്റി റിസ്ക്, interest rate risk, capital market risk, currency risk, etc. And monitor those risks and establish strategies to reduce risk if excessive. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഒരു കമ്പനിക്ക് വരുന്ന ലിക്വിഡിറ്റി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ക്യാപിറ്റൽ മാർക്കറ്റ് റിസ്ക്, കറൻസി റിസ്ക് തുടങ്ങിയ റിസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും റിസ്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്നതിനുമുള്ള ഒരു സ്ട്രാറ്റജീസ് ഈ ALM എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ലിക്വിഡിറ്റി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ക്യാപിറ്റൽ മാർക്കറ്റ് റിസ്ക്, കറൻസി റിസ്ക് തുടങ്ങിയ റിസ്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജീസ് എൻഷുർ ചെയ്യാം. ദെൻ തേർഡ് വൺ വരുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ ദ മെയിൻ്റനൻസ് ഓഫ് ആഡ്വക്കേറ്റ് ക്യാപിറ്റൽ ഓൺ എൻ കണ്ടിന്യൂസ് ബേസിസ്. ഇത് കണ്ടിന്യൂസ് ബേസിസിൽ ആഡ്വക്കേറ്റ് ക്യാപിറ്റൽ എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ ഇറ്റ് ഈസ് എ ഡൈനാമിക് ആൻഡ് ഓൺഗോയിങ് പ്രോസസ് കൺസിഡറിങ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ നീഡ്സ് ആൻഡ് ഈസ് കോർഡിനേറ്റഡ് വിത്ത് ആൻ ഓർഗനൈസേഷൻസ് ഓവറോൾ സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് സൈക്കിൾസ്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് നമുക്ക് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ നീഡ്സ് കൺസിഡർ ചെയ്യുന്ന ഡൈനാമിക് ആൻഡ് ഓൺഗോയിങ് പ്രോസസ്സാണിത്. ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ സ്ട്രാറ്റജീസും പ്ലാനിങ്സും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ALM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ALM addresses to the responsibility of managing the acquisition and allocation of funds to ensure adequate liquidity, maximum profitability, and minimizing risk. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ആഡ്വക്കേറ്റ് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റബിലിറ്റി, റിസ്ക് മിനിമൈസ് ചെയ്യൽ തുടങ്ങിയവ ഉറപ്പ് വരുത്തുന്നതിനായി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയും ഈ ആഡ്വക്കേറ്റ് ലിക്വിഡിറ്റി, മാക്സിമം പ്രോഫിറ്റബിലിറ്റി, റിസ്ക് മിനിമൈസേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയും അസോസിയേഷൻ മാനേജ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തന്നെ നെക്സ്റ്റ് സിക്സ്ത് പോയിൻ്റാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് ഗ്രോത്ത്. പ്രോഫിറ്റ് പ്ലാനിങ്ങിനെയും അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത് പോയിൻ്റ് ഇറ്റ് മോണിറ്റർ അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് മാച്ചിങ് ബോത്ത്. അസറ്റ്സും ലയബിലിറ്റീസും മോണിറ്റർ ചെയ്യുകയും അവ തമ്മിലുള്ള മാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള മാച്ചുകളും മോണിറ്റർ ചെയ്യാനും ALM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ALM പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ്മെൻറ്റ്. ഈ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൽ 2 ടെക്നിക്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ gap analysis in asset and liabilities, and second one asset coverage ratio. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. gap analysis in asset and liabilities. A gap is defined as the difference between rate sensitive asset and rate sensitive liabilities. gap analysis in asset and liabilities പറയുന്നത്
നമ്മുടെ റേറ്റ് സെൻസിറ്റീവ് അസറ്റും റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ഗ്യാപ്പാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഗ്യാപ്പ് കാണാൻ വേണ്ടി GAP ഗ്യാപ്പ് അനാലിസിസ് ഗ്യാപ്പ് കാണാൻ വേണ്ടി ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഗ്യാപ്പ് ഈക്വൽ ടു റേറ്റ് സെൻസിറ്റീവ് അസറ്റ് മൈനസ് റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ്. ദെൻ ഗ്യാപ്പ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെൻസിറ്റീവ് അസറ്റ് ഡിവൈഡഡ് ബൈ റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി. റേറ്റ് സെൻസിറ്റീവ് അസറ്റിൽ നിന്ന് റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റിയും അസറ്റും തമ്മിലുള്ള ഗ്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെൻസിറ്റീവ് അസറ്റിനെ റേറ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഗ്യാപ്പ് റേഷ്യോ നമുക്ക് കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ റേഷ്യോ ആണ് അസറ്റ് കവറേജ് റേഷ്യോ. And another important ratio to manage the asset and liabilities is that asset coverage ratio. It determines the number of assets available to pay off debts. അസറ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു അസറ്റും ലയബിലിറ്റീസും മാനേജ് ചെയ്യുന്നതിനുള്ള അനദർ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ് അസറ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അസറ്റ് കവറേജ് റേഷ്യോ അസറ്റും ലയബിലിറ്റീസും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ്. ഡെബ്റ്റ്സ് പേ ഓഫ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഡെബ്റ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് പേ ഓഫ് ചെയ്യാൻ അവൈലബിൾ ആയ അസറ്റ്സിൻ്റെ എണ്ണം ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഈ അസറ്റ് കവറേജ് റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട് അസറ്റ് കവറേജ് റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ദെൻ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ഷോർട്ട് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മൈനസ് ചെയ്തിട്ട് ആ കിട്ടുന്ന എമൗണ്ടിനെ കറണ്ട് ലയബിലിറ്റീസിൽ നിന്ന് ഷോർട്ട് ടേം ഡെപ്റ്റ് മൈനസ് ചെയ്തും കൂടി കുറച്ചതിന് ശേഷം ടോട്ടൽ ഡെപ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അസറ്റ് കവറേജ് റേഷ്യോ നമുക്ക് കിട്ടും. ഇതാണ് അസറ്റ് കവറേജ് റേഷ്യോയിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. രണ്ട് മെത്തേഡ്സാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്യാപ്പ് അനാലിസിസ് ഇൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസും ദെൻ അസറ്റ് കവറേജ് റേഷ്യോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എടുത്തത് ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ മീനിങ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ദെൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ദെൻ മെത്തേഡ്സ്, അതിൻ്റെ ലോങ് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.